ഇവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ അനാസ്ഥ എന്ന് പറയുന്നത് അപകടം സംഭവിച്ച അപ്പോൾ തന്നെ ആളുകൾ ആശുപത്രി കൊണ്ടുപോകണ്ടേ. 5ഓളം പേർക്ക് തലയ്ക്കും കാലിനുമൊക്കെ പരിക്കേറ്റ ആളുകളെ ആശുപത്രി കൊണ്ടുപോകണ്ടേ. ഈ ആശുപത്രി കൊണ്ട് അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകണ്ടേ. ഇത് ആളുകൾ ബഹളം ഉണ്ടാക്കി ഇതിൻ്റെ ചുമതലപ്പെട്ട ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവസാനം ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. ഈ വേസ്റ്റ് വണ്ടിയിലാണ് ആളുകളെ ആശുപത്രി കൊണ്ട് ചാള അടുക്കുന്ന പോലെ കാലിന് പൊട്ടൽ ഉണ്ടായ ഒരാളിൻ്റെ മുകളിൽ വേറൊരാളെ എടുത്ത് കിടത്തുന്ന രീതിയിൽ ഒരു വേസ്റ്റ് വണ്ടിയിൽ കൊണ്ടുപോയി ആളുകൾ തടഞ്ഞ് ആ നിലയിലേക്കൊരു രംഗം അവിടെ ഉണ്ടായി. അവസാനം ഇവിടെ വന്ന് ഞങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ഞങ്ങൾ പോലീസും ഞങ്ങളും കൂടെ പോയി പ്രതിഷേധിച്ച് ഇതിനെ നിർത്തലാക്കിയാണ് ഈ ആളുകളെ ഇറക്കിയത്. അതിൽ പോലും വന്ന് എന്തുണ്ടായി, ഒരു സംഭവം സംഭവിച്ചാൽ അവിടെ വരാനും അതിനെ പരിശോധിക്കാനും അവരെ ആശുപത്രിയിലെത്തിക്കാനും അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാനും ഒക്കെ ഉള്ള ഒരു മാനുഷികമായ പരിഗണന കാണിക്കേണ്ടത്. ആ മാനുഷിക പരിഗണനയല്ലേ വേണ്ട, ആ നിലയിലുണ്ടായിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അനാസ്ഥ. ഇത് സംഭവിച്ചു പോയി അതെന്താണെന്ന് പരിശോധിക്കണം. ഇവിടെ ചുറ്റാകെ ആൾ നിന്നതാണ് എന്നാണ് കണ്ടു നിന്നവർ പറഞ്ഞത്. അവരെല്ലാം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. വലിയൊരു അപകടം തലനാരിഴയ്ക്കാണ് ചുറ്റാകെ നിന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടത്. ഒരു വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തനാനുമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായ പരിശോധനകൾക്ക് വേണ്ട ഏജൻസികൾ വിധേയമാക്കിയതിന് ശേഷം ഇവിടെ പ്രവർത്തിക്കണം. നാളെ ആക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു. ഇടയ്ക്കൊരു കുട്ടി മരിച്ചത് എന്താണ് ഇവിടെ വന്ന ഒരു കുട്ടിയാണ് മരണപ്പെട്ടത്. ഇടയ്ക്ക് വാർത്തയൊക്കെ വന്നതാണ്. അത് ഈ സ്ഥാപനത്തിൻ്റെ പിഴവുണ്ടോ അല്ലോ എന്ന് എനിക്കറിഞ്ഞു. പക്ഷേ ഇങ്ങനെ നിരന്തരമായ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൃത്യമായി പരിശോധിക്കണം. നമ്മുടെ സംസ്ഥാനത്തിനകത്തുനിന്നും വെളിയിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ ദിനംപ്രതി 2000-ഉം 1000-ഉം 4000-ഉം ആളുകൾ എത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അത്തരം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടുത്തെ സൗകര്യങ്ങൾ പ്രാപ്തമാണോ എന്ന് അടക്കം പരിശോധിക്കണം. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നീട് നമ്മൾ ചർച്ച നടത്തിയിട്ടും പരിശോധന നടത്തിയിട്ടൊന്നും കാര്യമില്ല. അത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കണം എന്നതാണ് ഈ അപകടം നൽകുന്ന സൂചന. ഉദ്യോഗസ്ഥരൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. പോലീസ്, ഫയർഫോഴ്സ് എന്നിവരാണ് വന്നത്. അവരവരുടേതായ ഇടപെടലുകൾ നടത്തി. അവരടക്കം വലിയ സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് ഈ സ്ഥാപനം താൽക്കാലികമായി നിർത്തിവെക്കുന്ന നിലയെങ്കിലും ഉണ്ടായത്. നമ്മുടെ MLA പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് നിർത്തലാക്കിയത്. MLA ഇവിടെ എത്തി. MLA വരും. അല്ല സാറിന് അവിടെ ഒരു ആംബുലൻസും ഇല്ലേ? അല്ല സാറിന് അവിടെ ഒരു ആംബുലൻസും ഇല്ലെന്നാണോ പറയുന്നത്? ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു ആംബുലൻസ് പോലും ഇല്ലേ? തീർച്ചയായും അത്തരത്തിലാണ് ഇപ്പോൾ ഇവിടുന്നുള്ള പ്രതികരണങ്ങൾ. മെമ്പറുടെ പ്രതികരണത്തിലടക്കം വ്യക്തമാണ്. കാരണം ആംബുലൻസ് സൗകര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം ഇവിടെ നിന്നും ഇത്രയും പേർക്ക് പരിക്ക് പറ്റിയിട്ട് കൊണ്ടുപോകാനുള്ളൊരു സജ്ജീകരണമില്ല. മാത്രമല്ല അഴുക്ക് അല്ലെങ്കിൽ മാലിന്യം കൊണ്ടുപോകുന്ന വാഹനത്തിലാണ് ഈ പരിക്ക് പറ്റിയവരെ പുറത്തേക്ക് എത്തിച്ചതും അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ശോചനീയാവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാഹചര്യം എത്രത്തോളം മോശമാണ് എന്ന കാര്യം വ്യക്തമാണ്. ഇതിന് അടിവശം തന്നെ കാണുമ്പോൾ നമുക്ക് ആ ബേസ്മെന്റിന്റെ ഭാഗം തന്നെ ഒടിഞ്ഞു പോയ ഒരു ഭാഗമാണ്. അവിടെ കൃത്യമായി മെയിൻ്റനൻസ് കാര്യങ്ങൾ നടത്താത്തതിന്റെ പേരിലായിരിക്കണം ഇത്. കാരണം കാലാവസ്ഥ മാറി വന്ന മഴ തുടങ്ങിയ സമയത്താണ് ഒരു അപകടം നടക്കുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് കൃത്യമായി പാലിക്കുന്നില്ല, സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല. വലിയൊരു അപകടം തലനാരഴയ്ക്ക്. അപ്പോഴും പരിക്ക് ഗുരുതരമായിട്ട് ആണോ എല്ലാ കാര്യത്തിൽ നമുക്ക് വ്യക്തത കുറവുണ്ട്. കാരണം പലരും ആശുപത്രിയിലെ ഇപ്പോഴും ചികിത്സയിലാണ്. അപ്പോഴും അവരുടെ എല്ലാം ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു ഏത് കണ്ടീഷനിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നടക്കം കൃത്യമായി അറിയില്ല. കാരണം ഈ എങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ എത്തിച്ചില്ല എങ്കിൽ കൂടുതൽ അപകടങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പരിക്ക് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള യാതൊരു സജ്ജീകരണമില്ല. കാരണം ഇവിടുന്ന് ഒരു അപകടം പറ്റിയാൽ നമ്മൾ നടന്നെത്താൻ പോലും വളരെ ബുദ്ധിമുട്ടുന്ന സ്ഥലത്താണ് ഈ റൈഡ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ അടുത്തേക്ക് വാഹനത്തിൽ എത്താൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ നിന്നും ആൾക്കാരെ എടുത്തുകൊണ്ട് പുറത്തേക്ക് എത്തിച്ചാൽ മാത്രമേ എത്തിക്കാൻ പറ്റുള്ളൂ. അതിനുപോലും സജ്ജീകരണങ്ങൾ ഒരുക്കിയില്ല. ഇപ്പോൾ മെമ്പർ ഇടപെട്ടിട്ട് പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും ഇടപെട്ടുകൊണ്ടാണ് ഭാഗികമായി പ്രവർത്തിച്ച ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് നിർത്തിവെക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ എത്ര ലാഘവത്തോടു കൂടിയാണ് ജനങ്ങളുടെ സുരക്ഷ അവർക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ്. കാരണം അവർ ഈ ഒരു കൃത്യമായ ഒരു വെക്കേഷൻ സമയം അല്ലെങ്കിൽ പീക്കായിട്ടുള്ളൊരു സീസണിൽ പരമാവധി ഈ ഒരു പ്രവർത്തനം സജ്ജമാക്കുക അല്ല പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു മാർഗം മാത്രമാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരോ ആരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അതായത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ മെമ്പർ ഇപ്പോൾ സ്ഥിരീകരണം തന്നിരിക്കുന്നു. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻപ് ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മരണം നടന്നു എന്ന കാര്യം വ്യക്തമാണ്. അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം 100% ഉറപ്പാണ്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഇതിൽ നേരത്തെ ഞാൻ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ ഈ സീറ്റുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം എല്ലാം ദ്രവിച്ച് തുരുമ്പ് പിടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സീറ്റുകൾ നിൽക്കുന്നത്. ഇതെല്ലാം അതായത് ഈ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു അമ്യൂസ്മെന്റ് പ്രവർത്തിക്കുന്ന എത്രത്തോളം പരിതാപകരമായ സാഹചര്യത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തതയുണ്ട്. ഈ ഒരു ദണ്ട് മാത്രമാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു ദണ്ട് മാത്രമാണ് ഇതിൽ യാത്രക്കാരെ അല്ലെങ്കിൽ ഇതിലെ ഇതിൽ
ഈ ഒരു റൈഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സുരക്ഷയായി നിൽക്കുന്നത് ഈ ഒരു മറ്റൊരു പ്രത്യേകിച്ച് അതായത് കൃത്യമായൊരു സുരക്ഷാ മാനദണ്ഡങ്ങളില്ല. നമ്മൾ നേരത്തെ പലതവണ ആവർത്തിച്ചതാണ്, തലനാരയ്ക്ക് മാത്രം നടന്ന അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയ പലരുമാണ്. ഈ റൈഡിന് ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്നായിരുന്നു മെമ്പർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് തകർന്നു വീഴുന്നത് അവരുടെ ദേഹത്തേക്കായിരുന്നുവെങ്കിൽ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സാവകാശം പോലും നമുക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കോ ജീവനക്കാർക്കോ ലഭിക്കുമായിരുന്നില്ല. ഹരി സൂചിപ്പിച്ച പോലെ തന്നെ ആംബുലൻസ് സൗകര്യമില്ല. പെട്ടെന്നൊരു പാരാമെഡിക്കൽ ഒരു എമർജൻസി വരുന്ന സമയത്ത് പുറമേക്ക് എത്തിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു റൈഡ് ഇങ്ങനെ തകർന്നു വീഴുന്നത് നമ്മൾ അങ്ങനെ അധികം അതായത് കേരളത്തിൽ അധികം കേട്ടുകേൾവിയില്ലാത്തതാണ്. കാരണം വളരെയധികം സുരക്ഷാ മാനദണ്ഡങ്ങളോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സജ്ജീകരണമാണ് ഇതെല്ലാം. അതിലെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് അതായത് ജനങ്ങളുടെ ജീവന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. MLA ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് പറയുന്നു. പോലീസും ഫയർഫോഴ്സും ഇവിടെയുണ്ട്. അവരെല്ലാം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് പല കാര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജീവനക്കാരെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഒരുക്കി നൽകുന്ന സൗകര്യങ്ങൾ മാത്രമേ അവർക്കും ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ വന്നവരുടെ ഒരു ഭാഗ്യത്തിന്റെ പുറത്ത് മാത്രമായിരിക്കണം, പരിക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം ടൺ കണക്കിന് വെയിറ്റുള്ള ഒരു റൈഡാണിത്. നമുക്ക് ആ സീറ്റിൽ തന്നെ വ്യക്തമാണ്. ആ സീറ്റിന്റെ മുകളിലേക്കാണ് റൈഡ് വന്ന് വീണിരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ ആൾക്കാരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തമില്ല. പക്ഷേ ചെരുപ്പുകളടക്കം അവിടെ കാണാനുണ്ട്. അതിനർത്ഥം ആ ഭാഗത്തും ആൾക്കാർ വന്ന് വീണിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ വലിയ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, കാലുകൾക്ക് പല ഭാഗങ്ങളിൽ പൊട്ടലുള്ള ആൾക്കാരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കോൺക്രീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഭാഗമടക്കം തകർന്നു പോയിട്ടുണ്ട്. ഈ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വലിയ അപകടമായി മാറുമായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഇത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതാണോ അല്ലെങ്കിൽ ഇവർ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൈഡാണോ എന്ന കാര്യത്തിലടക്കം ഒരു സംശയം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു യന്ത്ര ഊഞ്ഞാൽ എന്ന് പറയുമ്പോൾ പോലും ഇതൊരു ചെറിയ അതായത് സ്റ്റീലിലൊരു കമ്പിയുടെ പുറത്താണ് ഈ സീറ്റുകൾ നിൽക്കുന്നത്. അത് ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. ആ കമ്പികൾക്കും വലിയ രീതിയിൽ തുരുമ്പ് ബാധിച്ചിട്ടുണ്ട്. അത് ചേർത്ത് നിർത്തുന്ന സീറ്റുമായി ബന്ധപ്പെട്ട സ്ഥലവും വലിയ രീതിയിൽ ദ്രവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അത് തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായി ഇളകി പോകണമെന്നില്ല. എപ്പോഴും ഒരു സീറ്റ് പോലും തെറിച്ചു പോയാൽ തന്നെ വലിയ അപകടം എത്തും. കാരണം തൊട്ടപ്പുറത്ത് 3 ഭാഗത്തും ഏകദേശം പാറക്കെട്ടുകൾ തന്നെയാണ്. ആ പാറക്കെട്ടുകളിലാണ് ഈ മറ്റ് പല റൈഡുകളും വാട്ടർ പൂളുകളും ഒരുക്കിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇത് ഇപ്പോൾ പരിക്കുകൾ ഗുരുതരമല്ല എന്നൊരു സ്ഥിരീകരണം വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർത്തും ഇവിടെ വന്നവരുടെ ഭാഗ്യം മാത്രമായി കണക്കാക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം അത്ര കണ്ട് ഒരു നിരുത്തരവാദിത്തപരമായിട്ടുള്ള രീതിയിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് നടത്തിയതിന്റെ പരിണിതഫലമായിട്ടാണ് ഈ അപകടം നടന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഹരി, നിരുത്തരവാദിത്തപരം എന്നത് നമുക്ക് മാത്രമായിട്ട് പറയാൻ കഴിയില്ല. എങ്ങനെയാണ് ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകൾ നടക്കുന്നുണ്ടോ, എത്ര റൈഡുകൾക്ക് ഇതുപോലെ അപകട ഭീഷണിയുണ്ട് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒന്നാമത് ഇതൊരു അവധി സമയമാണ്, ആളുകൾ കൂടുതലായി എത്തും, പ്രത്യേകിച്ച് കുട്ടികളും കൂടി എത്തുന്നത്, കുട്ടികളും വനിതകളും ഒക്കെ എത്തുന്ന സ്ഥലം. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് സമ്മർ വെക്കേഷനാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെരുന്നാൾ ദിനവും കൂടിയാണ്. അപ്പോൾ ആ റൈഡ് ഫുള്ളായിരുന്നു. ആ കാണുന്ന സീറ്റുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് സാരംഗി. ഇത് 5 പേരിലേക്ക് ഒതുങ്ങിയത് എന്തോ ഭാഗ്യം, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ ആ പരിക്കും സാരമാവാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇനി ആശുപത്രിയിൽ നിന്ന് എന്താണ് റിപ്പോർട്ട് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ആ പ്രദേശവാസികളുടെ വാക്കുകൾ ഭീതി ഉണ്ടാക്കുന്നതാണ്. ഇവിടെ കെട്ടിയാണ് ആളുകളെ കൊണ്ടുപോയത്. കിട്ടിയ വണ്ടികളിൽ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഒരു ആംബുലൻസ് സംവിധാനം പോലും ഇല്ലാതെ നടത്തുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. അതും ഇത്രയും ആളുകൾ വരുന്ന സമയത്ത് ഒരു ആംബുലൻസ് സംവിധാനമോ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ ഒരു ഫസ്റ്റ് എയ്ഡോ ഒന്നും ഇല്ലാണ്ട് അത്രയും ആളുകൾ, ആ പ്രദേശവാസികളും പോലീസ് ഓഫീസേഴ്സും ഇടപെട്ടുകൊണ്ട് ഇവരെയൊക്കെ കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പറയുമ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ തന്നെ നടക്കുന്നതാണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. സാരങ്ങൾ ഇത് നമുക്ക് പ്രവർത്തനം ഇപ്പോൾ പൂർണ്ണമായി നിർത്തി എന്നുള്ളതാണല്ലോ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം MLA ഉടനെ എത്തുമെന്ന് മനസ്സിലാകുന്നു. നമുക്കിതിൻ്റെ ഒഫീഷ്യൽസിലേക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം കിട്ടാൻ വഴിയുണ്ടോ? മനസ്സിലായി അവിടെ ആരും എത്തിയിട്ടില്ല, ആ ഏരിയയിൽ പോലും ആരും ഇല്ല എന്നറിയാം. പക്ഷേ എന്നാൽ പോലും അവരെന്തെങ്കിലും പറയുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ടുണ്ടോ? മാനേജ്മെൻറ്റ് ഇപ്പോഴും മൗനം തുടരുകയാണ്. സാറെങ്കിൽ ഇപ്പോഴും മാനേജ്മെൻറ്റ് മൗനം തുടരുകയാണോ? അതായത് വേറെ ആരും വന്ന് സംസാരിക്കുക, ഇപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർ ചുറ്റുമുണ്ട്, നമ്മൾ ഉൾപ്പെടെ ഉണ്ട്, പക്ഷേ അവരാരും വന്ന് സംസാരിക്കുകയോ ബ്രീഫ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഒന്നുമില്ലല്ലോ. ഒരു അറിവും മാനേജ്മെൻറ്റ് ഭാഗത്ത് ഈ നിമിഷം വരെ ഇല്ലല്ലോ അല്ലേ?
ഹരി, അത്തരത്തിൽ യാതൊരുവിധ വിശദീകരണവും വന്നിട്ടില്ല. കാരണം അപകടം നടന്നു തന്നെ ഇപ്പോൾ കുറച്ച് ആവശ്യത്തിലധികം സമയമായി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഈ ഒരു പ്രദേശത്ത് പോലും ഇല്ല എന്ന കാര്യം. കാരണം പ്രദേശവാസികളുടെ ഒരു രോഷപ്രകടനം ഉണ്ടാകുമെന്ന ഭയത്തിലാണോ ഈ ഒരു സംഭവം മാറി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അപ്പോൾ പോലും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് വലിയൊരു അപകടം, 5 പേരിലേക്ക് ഒതുങ്ങി എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു റൈഡ് തകർന്ന് വീഴുക എന്ന് പറയുന്നത് വലിയ അപകടം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ വേണ്ട നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ പരിക്ക് പറ്റിയവർക്ക് വേണ്ട ചികിത്സ നൽകുവാനോ അടക്കമുള്ള പല കാര്യങ്ങളിലും അവരൊരു വിശദീകരണം തരേണ്ട സമയം കഴിഞ്ഞു. നമ്മളങ്ങനെ പറഞ്ഞാലേ അത് കൃത്യമാവുകയുള്ളൂ. കൃത്യമായൊരു മറുപടി അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം തന്നില്ല എങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുമെന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല, ഇവിടെ മാധ്യമ പ്രവർത്തകരും ഈ സംഭവം നടന്നറിഞ്ഞ നാട്ടുകാരും മാത്രമാണ് ഇവിടെയുള്ളത് എന്നാണ് നമ്മൾ എടുത്തു പറയുന്നത്. കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം സുരക്ഷിതമാക്കാനുള്ള ഒരു നീക്കം പോലും, കാരണം ഇത് പൊളിഞ്ഞ് അല്ലെങ്കിൽ വീണ് കിടക്കുന്ന ഒരു റൈഡാണ്. ഇത് മറിഞ്ഞു വീഴുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതിന് ആ ഒരു ഉത്തരവാദിത്തം പറയുമെന്ന കാര്യം ചോദ്യമായി നിലനിൽക്കുന്നു. കാരണം ഇതിൽ ഇനിയൊരു യാതൊരു സുരക്ഷയും തുടക്കം തൊട്ടേ സുരക്ഷയില്ലെങ്കിൽ പോലും പകുതി മറിഞ്ഞു നിൽക്കുന്ന ഈ ഒരു റൈഡ് ഇനിയും മറിഞ്ഞു വീഴുകയാണെങ്കിൽ പോലും ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്തേക്ക് വീഴുക എന്നല്ലാതെ കൂടുതൽ അതിന് ഉത്തരങ്ങൾ നൽകാൻ ഇവിടെ ആരും തന്നെ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതൊരു സുരക്ഷിതമായ രീതിയിൽ മാറ്റുവാനോ അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇവിടെ നിന്ന് നീങ്ങിപ്പോകാത്ത രീതിയിൽ നോക്കുവാൻ മാത്രം ഇവിടെ ഉദ്യോഗസ്ഥർ ആരും തന്നെ അല്ലെങ്കിൽ ഈ റൈഡുമായി ബന്ധപ്പെട്ടതോ അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു അപകടം നടന്നു, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകുകയോ ഒന്നും നൽകാൻ ഇതുവരെയും ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഹരി, മനസ്സിലായി. പക്ഷേ എന്നാൽ പോലും ഇതുവരെ ആരും അവിടെ എത്താത്തത് എന്തായാലും മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിട്ട് പോലും അവിടെ തിരിഞ്ഞു നോക്കാനോ അതുമായി സംസാരിക്കാനോ ഇതുവരെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതും വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ആ പൊട്ടി വീണിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓർക്കുക പ്രേക്ഷകരെ, അതിൽ ഓരോരുത്തരിലും ഓരോ സീറ്റിലും ആളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവധി ദിവസവും കൂടിയായിരുന്നു. ഓരോ സീറ്റിലും ആളുണ്ടായിരുന്നു. പരിക്കിപ്പോൾ 5 പേർക്കാണ് പറ്റിയിട്ടുള്ളതാണ് മനസ്സിലാവുന്നത്. അതും ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടി വരും. കാരണം ഇതിലെല്ലാത്തിലും ആളുകളുണ്ടായിരുന്നു. ആ റൈഡിൽ ഏകദേശം ഒരു 14-15 സീറ്റുകളോളം ഉണ്ടാവുമെന്നാണ് മനസ്സിലാവുന്നത്. ഇനി അഥവാ അത് കുറയില്ല, എന്തായാലും അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ. അത്രയും വലിയൊരു റിസ്ക് ഉള്ള റൈഡാണ്. ആ റൈഡിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. എന്തായാലും അത് ആകാശത്തോടു കൂടി പോകുന്നതാണ്. അത്രയും റിസ്ക് ഉള്ള ഒരു റൈഡാണ്. പക്ഷേ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒരു തരത്തിലും പാലിച്ചിട്ടില്ല. സാധനങ്ങളോട് പറയുന്ന പോലെ ഒരു റോഡുണ്ട്, അതും ആ പേരിന് വേണ്ടി മാത്രം ഒരു റോഡാണ് എന്നുള്ളതും വ്യക്തമാണ്. ഒരു ആംബുലൻസ് പോലും അതിൽ എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ഇത്രയധികം ആളുകളെ പാസ് കൊടുത്ത് അകത്ത് കയറ്റുകയും ചെയ്യുന്നു. ആ പ്രദേശവാസി പറഞ്ഞതുപോലെ തന്നെ ചിലയിട സമയത്ത് 2000-ഉം 3000-ഉം ഒക്കെ ആളുകൾ വരുന്നതാണ്. ഒരാൾക്കെങ്കിലും ചെറിയ പരിക്ക് സംഭവിച്ചാൽ അത് നോക്കാൻ പോലും ഉള്ള ആളുകളില്ല. അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഫസ്റ്റ് എയ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് സംവിധാനം പോലും ഇല്ല. ഈ പരിക്ക് പറ്റിയവരെ പോലും കൊണ്ടുപോയത് കിട്ടിയ വാഹനങ്ങളിലാണ് എന്നുള്ളതാണ് പ്രദേശവാസിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഒരു അപകടം സംഭവിച്ചാൽ അതെങ്ങനെ ക്യൂർ ചെയ്യണം, അതെങ്ങനെ അത് മാറ്റണം, അല്ലെങ്കിൽ അതിനുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഓരോ റൈഡും അവിടെ ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് ഒരു റൈഡിന് മാത്രം സംഭവിക്കുന്നില്ല. വെൽഡിംഗ് പൊട്ടി വീണതാണ്. ഇത് ഒരു റൈഡിൻ്റെ മാത്രം സ്ഥിതിയാണോ? ബാക്കിയുള്ള എല്ലാ റൈഡുകളും ഇതുപോലെ തന്നെയാണോ അവസ്ഥ? അതായത് മെയിൻ്റനൻസ് പോലും നടക്കാതെ ഇത് സുരക്ഷിതമായിട്ടാണോ ഓടുന്നത് എന്ന് പോലും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും അവിടെ കൂടി നിന്ന ആളുകളെല്ലാം തന്നെ ഭയപ്പെട്ട് തന്നെ നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് നോക്കുകയാണെങ്കിൽ 5 പേര് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ കാല് പൊട്ടലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പരിക്ക് ഗുരുതരമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടിയിരിക്കുകയും ചെയ്യുന്നു.